പണ്ടൊക്കെ സ്ഥിരമായിട്ട് വീട്ടുകളിൽ ഉണ്ടാക്കിയിരുന്ന ചേമ്പും തണ്ട് വെച്ചിട്ടുള്ള ഒരു പുളിങ്കറിയുടെ റെസിപ്പിയാണ് എന്ന് പറയുന്നത് കേട്ടോ. പുതുതലമുറയ്ക്കൊന്നും അത് അറിയുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ചേമ്പിൻ്റെ തണ്ട് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറുതാക്കി നുറുക്കിയിടുക. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒന്ന് പിഴിഞ്ഞൊഴിക്കുക. പിന്നെ ഇതിനാവശ്യത്തിന് വെള്ളവും ചേർക്കണം. പുളി അടക്കം ഞാനൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. ഇതൊക്കെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയുന്നതുമായിരിക്കും. അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. സിമ്പിളാണ്. പിന്നെ അതിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. വെളുത്തുള്ളി, കടുക് രണ്ടും ഒന്ന് എണ്ണയിൽ വറുത്തെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത്രേ ആവശ്യമുള്ളൂ. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വറുത്തെടുക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.